5 മനുഷ്യർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആനക്കാമ്പോയിൽ മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണം നടക്കുന്ന കള്ളാടി ഭാഗത്ത് ഇന്ന് രാവിലെ 11:15 വൻതോതിൽ മണ്ണ് ഇടിഞ്ഞിറങ്ങി വീണത്. 5 പേർ മരിച്ചു, 3 പേരെയാണ് കാണാതായിരിക്കുന്നത്. പരിക്കേറ്റ 7 പേർ ചികിത്സയിലാണ്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. നിസാര പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന വീടും പള്ളിയും ബസ് സ്റ്റോപ്പും ഉൾപ്പെടെ മണ്ണിനടിയിലായ സാഹചര്യമാണ്. തൊഴിലാളികളുമായി വന്ന ബസ്സുകളും അപകടത്തിൽപ്പെട്ടു. വൻതോതിൽ മണ്ണ് വന്നടിഞ്ഞതോടെ മീനാക്ഷിപുരം പാലവും അപകടാവസ്ഥയിലാണ്. മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ഈ മേഖലയിലെ ജനങ്ങളെ ഒഴിപ്പിച്ച് ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കാണാതായവർക്ക് വേണ്ടി രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇന്ന് വൈകിയും അത് തുടരാനുള്ള തീരുമാനമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ് സ്ഥലത്ത് നിന്നും. ഷാജഹാൻ, ആദ്യം അറിയേണ്ടത്, രാത്രി വൈകിയും ഈ ദൗത്യം തുടരാനാണോ തീരുമാനം? കാലാവസ്ഥ പ്രതികൂലമാണോ? ഇപ്പോൾ ഇവിടെ കാര്യമായ മഴ പെയ്യുന്നില്ല, പക്ഷേ ഇടയ്ക്കിടെ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇവിടേക്ക് ലോറികളിൽ എത്തിച്ച് ലോറികളിൽ മണ്ണ് നീക്കം ചെയ്യുകയാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതിന് ആ പാലത്തിലേക്ക് വലിയ രീതിയിൽ മണ്ണ് വന്ന് നികന്നിരുന്നു. അപ്പോൾ പാലം ആദ്യം ക്ലിയർ ചെയ്തു. ആ പാലത്തിലൂടെ ഇപ്പോൾ വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ അവിടെ എത്തിക്കാനാണ് അടുത്ത പരിപാടി. ഇപ്പോൾ അവിടെ നിലവിൽ സൈറ്റിലുണ്ടായിരുന്ന മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണുവാരൽ നടക്കുന്നുണ്ട്. അതിന് പുറമെ ഇപ്പോൾ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇപ്പോൾ 3 മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുന്നുമുണ്ട്. അപ്പോൾ ഈ തിരച്ചിൽ രാത്രിയും തുടരുമെന്നാണ് മറ്റ് മന്ത്രിമാർ അടക്കമുള്ള ആളുകൾ അല്പസമയം തന്നെ എത്തുന്നുണ്ട്. തിരച്ചിൽ തുടരാൻ തന്നെയാണ് നീക്കം. അപ്പോൾ ജീവന്റെ സാന്നിധ്യം കണ്ടെത്താനായി പോലീസ് നായകളെ മറ്റും ഇവിടെ എത്തിച്ച് അല്പസമയത്തിന് തന്നെ ഡോഗ് സ്ക്വാഡും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകളും നടത്താൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ 5 or 6 മണ്ണുമാന്തി യന്ത്രങ്ങൾ പല ഭാഗത്തുനിന്നായി എത്തിയിട്ടുണ്ട്. അവയും പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഭാഗത്ത്, അതായത് ഈ തുരങ്കപാതയ്ക്ക് മാർക്ക് ചെയ്ത ഭാഗത്തിന് തൊട്ട് 200 മീറ്റർ മുകളിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ കമ്പനി അധികൃതർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ കുറച്ചു നേരം, അതായത് ഈ പാലത്തിലൂടെ വലിയ യന്ത്രങ്ങൾ പോയി കഴിഞ്ഞാൽ മാത്രമേ ആഴത്തിൽ ഈ മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ആദ്യം നടത്തിയത്. തുടക്കത്തിൽ അതായത് 9 പേരിൽ 7 ആശുപത്രിയിൽ ഉണ്ടായിരുന്നു. അതിൽ 7 പേരെ ഇവിടെ നിന്ന് രക്ഷിച്ചതാണ്. അതിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വീണ്ടും തിരച്ചിൽ വളരെ ഊർജിതമായി തുടങ്ങിയിരിക്കുന്നു. ആ തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് കാണുന്നത്. അതിനായി പ്രത്യേക ലൈറ്റുകളും മറ്റും സ്ഥാപിച്ചുള്ള തിരച്ചിൽ നടക്കുന്നു. ഈ തിരച്ചിലിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഉദ്യോഗസ്ഥർ അതിനകത്ത് വരുന്നുണ്ട്. NDRFിൻ്റെ അടക്കം ഉള്ള സംഘങ്ങളിലായി 10 or 300 ഒപ്പം തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിലടക്കം ഒത്തിരി സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തിരച്ചിൽ നടത്തി ചില ആദ്യഘട്ടത്തിൽ നടത്തിയ ആളുകളൊക്കെ തിരിച്ചു പോകുന്ന കാഴ്ചയും കാണുന്നുണ്ട്. ഇവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഓരോ ബാച്ചായി ഉദ്യോഗസ്ഥരെ അങ്ങോട്ട്, അതായത് ഈ NDRFിൻ്റെ ഉദ്യോഗസ്ഥർ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഏതായാലും ഇത് ഇപ്പോഴും ഈ മണ്ണിനടിയിൽ ഇത്തരം ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കമ്പനി അധികൃതർ പറയുന്നത് അവരുടെ ടെക്നിക്കൽ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥർ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അപ്പം തന്നെ മറ്റു വിഭാഗത്തിൽ, അതായത് ഈ പറയുന്ന മണ്ണ് മാറ്റിയ ഭാഗത്ത്, അതായത് മണ്ണ് നീക്കിയിട്ട ഭാഗത്ത് ഉള്ള ചില പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതായത് അത് ഈ പറയുന്ന പാതയുടെ ഭാഗമല്ല, അതിൻ്റെ തൊട്ടടുത്ത് മണ്ണ് നീക്കി അവിടെ കൊണ്ടിട്ട ഭാഗത്തുള്ള ചില പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത് എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യവും അവർ പറയുന്നുണ്ട്. ഏതായാലും തിരച്ചിൽ തുടരുകയാണ് എന്നുള്ളതാണ്. ഇപ്പോഴും ഇതിനകത്ത് 3 മുതൽ 5 വരെ എന്നുള്ളൊരു അനൗദ്യോഗിക കണക്കാണ് പറയുന്നത്. സർക്കാർ ഇപ്പോഴും 3 എന്ന കണക്ക് പറയുമ്പോൾ പോലും 5 പേർ മരിച്ചു എന്ന് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതിന് ശേഷം പിന്നീട് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ആരുടെയും ഭാഗത്തുണ്ടായിട്ടില്ല. അല്പം മുമ്പ് DIG പറഞ്ഞത് 3 പേർ മരിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ 3 പേരല്ല എന്നുള്ളതാണ്. 5 പേരുടെ മരണം ഏറെക്കുറെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ആ മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും ഈ പാത പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ്, അല്ലെങ്കിൽ പാത തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് ചൂരൽമലയും പുത്തുമലയും അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് പോകുന്ന ടൂറിസം കേന്ദ്രങ്ങൾ കൂടിയായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന റോഡിലേക്കാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. അവിടെയുള്ള ഒരു പള്ളി അടക്കം പള്ളിയിലേക്കും ഒരു വീട് തൊട്ടടുത്തുള്ള ഒരു വീടിലേക്കും ഇത് പൂർണ്ണമായിട്ടും മണ്ണ് തകർന്ന് വീണ് തകർന്ന അവസ്ഥയിലാണ്. ഒരു ബസ് സ്റ്റോപ്പ് തകർത്തിട്ടുണ്ട്. അവിടെ നിന്ന് ആ ബസ് സ്റ്റോപ്പിൽ ഒരു പക്ഷേ എത്ര പേർ കാത്തിരിക്കുന്നുണ്ടായിരുന്നു എന്ന് ഉറപ്പില്ല. ഏതായാലും ആ ബസ് സ്റ്റോപ്പിൽ കയറാതെ രക്ഷപ്പെട്ട ആളുകളടക്കം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അല്പം മാറി നിന്നുകൊണ്ട് മാത്രം
മാത്രമാണ് രക്ഷപ്പെട്ടത്. ഒരു ടാങ്കർ ലോറിയിലേക്ക് മണ്ണ് അതുപോലെ ഈ പാറക്കൂട്ടങ്ങളും പതിച്ച് അതൊന്നാകെ തന്നെ ഇരച്ചു വരുമ്പോൾ അതിൽ നിന്ന് 2 പേർ, അതായത് തമിഴ്നാട് സ്വദേശികളായ ദമ്പതികൾ രക്ഷപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ വലിയ നടുക്കത്തോടെയാണ് നമ്മൾ കണ്ടത്. അവരും നമ്മോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ പാലത്തിലൂടെ ഇപ്പോൾ പാലത്തിൽ നിന്ന് മണ്ണ് നീക്കിയിട്ടുണ്ട്. പക്ഷേ പാലത്തിന് അപ്പുറത്തുള്ള മണ്ണ് നീക്കിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ പാലം നിന്നുള്ള അങ്ങോട്ടുള്ള കണക്ഷൻ പൂർണ്ണമായിട്ട് പുനഃസ്ഥാപിച്ച് പുത്തുമലയിലേക്കും ചൂരൽമലയിലേക്കുമുള്ള ആളുകളുടെ സഞ്ചാരം കൂടി ഉറപ്പാക്കുന്നുണ്ട്. കാരണം ആ പ്രദേശത്ത് ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടെ നിന്ന് പുറത്തു പോകാൻ മറ്റൊരു വഴിയില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷമൊക്കെ മുമ്പ് ദുരന്തമുണ്ടായിട്ടുള്ള പുത്തുമല ചൂരൽമലയുള്ള ഭാഗങ്ങൾ ഈ റോഡിന് ഈ പറയുന്ന വലിയ മൺതിട്ടയ്ക്ക് അപ്പുറത്താണ്. അവർക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. മാത്രമല്ല തൊട്ടപ്പുറത്തുള്ള സ്കൂളിൽ കുട്ടികളുണ്ടായിരുന്നു. ആ കുട്ടികൾ മണിക്കൂറുകളോളം അവിടെ തന്നെ അവരുടെ ക്ലാസ്സുകളൊക്കെ നിർത്തിച്ച് അവരെ സുരക്ഷിതമായി അവിടെ തന്നെ നിർത്തുകയായിരുന്നു. പിന്നീട് അവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു അത്യാഹിതം ഉണ്ടായി എന്ന് മാത്രമല്ല 10-18ഓളം പേരാണ് ഈ സൈറ്റിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏറ്റവും ഗുരുതരമായി പരിക്കേറ്റ ദിലീപ് എന്നൊരു 19കാരന് ഗൗരവമുള്ള തരത്തിലുള്ള പരിക്കുകൾ ഉണ്ട്. അപ്പോൾ ദിലീപിന് അടിയന്തരമായ ശസ്ത്രക്രിയ ഇവിടുത്തെ വിംസ് ആശുപത്രിയിൽ വെച്ച് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള 4 പേർ ഗുരുതരമായ പരിക്കുണ്ട്. പക്ഷേ ജീവൻ ഭീഷണിയുള്ളാവുന്ന തരത്തിലുള്ള ഒരു പരിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. 7 പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ഉള്ളത്. വീണ്ടും നമുക്ക് വയനാട്ടിലേക്ക് പോകാം. രക്ഷാപ്രവർത്തനം വൈകിയും തുടരുകയാണ്. അപകട സ്ഥലത്ത് നിന്ന് മുജീബ് ചേരുന്നു. മുജീബ്, ദീർഘസമയമായി മുജീബ് അവിടെ ഉണ്ട്. ഇരുട്ട് വീണ് തുടങ്ങാറായി. മഴ എന്തായാലും കുറച്ച് സമയമായി പെയ്യുന്നില്ല. അതൊരു ആശ്വാസമല്ല. ഇടയ്ക്കിടെ മഴ വന്നു പോകുന്നുമുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ നില മുജീബ്? അതെ, വെളിച്ചക്കുറവുണ്ട്. വെളിച്ചക്കുറവ് പകൽ സമയം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, സംവിധാനങ്ങളുടെ ബാറ്ററികൾ തീർന്നു പോകുന്നു. മൊബൈൽ ഫോണുകൾ ചാർജ് അവസാനിക്കുന്നു. ഉദ്യോഗസ്ഥർക്കും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് രാത്രിയും തിരച്ചിൽ തുടരുവാനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. KCB ഉദ്യോഗസ്ഥരുടെ ഇവിടെ വെളിച്ചത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്. നിലവിൽ കുറേയേറെ സംവിധാനങ്ങൾ ഒരുക്കി അധികം വെളിച്ചത്തിനുള്ള ക്രമീകരണങ്ങൾ വൈകാതെ തന്നെ ഇവിടെ ഒരുക്കും. ഫയർഫോഴ്സിൻ്റെ സംവിധാനവും ഇവിടെ എത്തിക്കും. അങ്ങനെ രാത്രി വൈകിയും ഇരുട്ടായാലും തിരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. റവന്യൂ വകുപ്പ് മന്ത്രിയും അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുന്നുണ്ട്. അവരുടെ ഏകോപനത്തിൽ രാത്രിയും തിരച്ചിൽ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജനറേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. KCBയുടെ ഉദ്യോഗസ്ഥരെ പ്രത്യേകമായിട്ട് ഇതിനുവേണ്ടി നിയോഗിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് വൈദ്യുതി, അതുപോലെ തന്നെ വെളിച്ചം, അതെല്ലാം തടസ്സമില്ലാതെ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. രാത്രി വൈകിയും ഈ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിന്, മൺവാന്തി യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പെട്രോൾ, ഡീസൽ അടക്കമുള്ളവയും ക്യാനുകളിലായിട്ട് ഇവിടെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ യന്ത്രങ്ങളും മൺവാന്തി യന്ത്രങ്ങളും ഇവിടേക്ക് എത്തിക്കും. വൈകിയും തെരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയും 3 പേരെ കണ്ടെത്താനുണ്ട്. അതിനുവേണ്ടിയാണ് വ്യാപകമായിട്ട് ഈ രാത്രിയും തിരച്ചിൽ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം നേരത്തെ മാറി നിന്നിരുന്ന മഴ ഇപ്പോൾ വരുന്നുണ്ട്. മഴയും ശക്തമാകുന്നൊരു സാഹചര്യവുമുണ്ട്. അതെ, സങ്കീർണമായ രക്ഷാപ്രവർത്തനമാണ്, സങ്കീർണമായ തെരച്ചിലാണ്.